അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രിയിൽ ലോകത്തിന്റെ നേതാവ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഖബർ പ്രകാശിക്കുകയാണ്. ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗ്ഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീൽ, ആ പ്രകാശിക്കുന്നത് എന്താണ് ജിബ്രീൽ? യാ റസൂലല്ലാഹ്, അതൊരു ഖബറാണ് നബിയേ. ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗ്ഗത്തിന്റെ പരിമളം ഖിയാമത്ത് നാൾ വരെ അടിച്ചു വീശും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഏത് പ്രവാചകന്റെ ഖബറാ? അത് പ്രവാചകന്മാരുടെ ഖബറല്ല, ഒരടിമ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. ഒരടിമയായ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതിന്റെ അടുക്കലേക്കൊന്ന് പോകുവോ ജിബ്രീൽ? ഖബറിന്റെ ചാരത്ത് കിടന്നു ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഈ അടിമ പെണ്ണാരാ? യാ റസൂലല്ലാഹ്, മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാണ്. മാഷിത എന്ന് പറയുന്ന ഒരടിമ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാഷിതയാരാ? മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണാണ്. ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മൂസാ നബി പറഞ്ഞു കൊടുത്തു, മാസിത, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി പറഞ്ഞിട്ടേ തുടങ്ങാവൂ. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ രാജാവിന്റെ കൊട്ടാരത്തിന്റെ നടുവിൽ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ. മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ. അപ്പോഴാണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വരുന്നത്. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ബിസ്മില്ലാ. അവിടുന്ന് ബിസ്മി പറയുകയാണ്. ഫിറഔനിന്റെ മകള് കേൾക്കുകയാണ്, വാപ്പയുടെ ചെവിയിലെത്തിക്കുകയാണ്. പടച്ചവനെ, കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണ് മുസ്ലിമായെന്ന് പുറത്തറിഞ്ഞോ അതിനെക്കാളും വലിയ മാനക്കേടില്ലല്ലോ. ഫിറഔൻ ഒരുപാട് ഉപദേശിച്ചു നോക്കി, പക്ഷേ നാട്ടുകാരറിയാൻ തുടങ്ങി. കൊട്ടാരത്തിലെ വേലക്കാരി മൂസാ നബി അംഗീകരിച്ചെന്നറിയുമ്പോ, ഇസ്ലാമിലേക്ക് കടന്നുപോയെന്നറിയുമ്പോ വല്ലാത്ത മാനക്കേടായി. ഫിറഔന് നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി. അവസാനം യോഗം ഐക്യ കണ്ടേന ഒരു തീരുമാനമെടുത്തു, ഇവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കണം. അല്ലാഹ്